ഇപ്പൊ ചേച്ചിക്ക് വിശ്വാസമായോ? അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല മുകുന്ദ, അമ്മ ഒറ്റനോട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ചു പോയേനെ. എന്താ ചേച്ചി ഒന്നും അറിയാത്ത പോലെ? അമ്മയ്ക്ക് കാഴ്ചക്കുറവാണെന്ന് ചേച്ചിക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? അത് തന്നെയാണ് മുകുന്ദ തിരിച്ചും പറയുവാനുള്ളത്. അമ്മയ്ക്ക് കാഴ്ചക്കുറവായതിനാൽ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ചേച്ചി പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്കേ. മതിയാക്ക് മുകുന്ദ, നീ ഉറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. നിന്റെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി എന്നെ ഭ്രാന്തനാക്കുകയാണോ? അല്ല മുകുന്ദ, നിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഭയം തോന്നുകയാണ്. നിനക്കെന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നീ കള്ളം പറയുന്നതല്ലായിരിക്കാം. മരിച്ചുപോയവരൊക്കെ ജീവനോട് വന്ന് കേസിൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? ഇവിടെ വന്നു എന്ന് പറയുന്ന സ്ത്രീ ലക്ഷ്മിയുടെ കാര്യം വിട്ടേക്ക്. CCTVയിൽ പോലും പതിയാത്ത കാര്യങ്ങൾ നീ നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരുപക്ഷെ ഇതൊക്കെ നിന്റെ തോന്നലുകളായിരിക്കും. ഗായത്രി അത് പറഞ്ഞപ്പോഴാണ് മുകുന്ദന്റെ ഉള്ളിലും ചില സംശയങ്ങൾ ഉടലെടുത്തത്. ശ്രീലക്ഷ്മിയുടെ പല സംഭാഷണങ്ങളും മുകുന്ദന്റെ ചെവിയിൽ അലയിടിച്ചു തുടങ്ങി. ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുണ്ടായി. സ്വന്തം ഹൃദയമിടിപ്പിന്റെ താളം പോലും മുകുന്ദന് വ്യക്തമായി കേൾക്കാൻ ആരംഭിച്ചു. ഒരു നിമിഷം തളർന്ന് തറയിൽ വീഴുമോ എന്ന് പോലും തോന്നിത്തുടങ്ങി. ആ രാത്രി ഒടുവള്ളിയിൽ അശോകന്റെ മൃതദേഹം കിടന്ന കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ശ്രീലക്ഷ്മിയുടെയും അഷ്റഫിന്റെയും പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നതായി മുകുന്ദന് തോന്നിത്തുടങ്ങി. ഒരുപാട് ദൂരം നടന്നപ്പോൾ തളർന്ന അവശനായി തറയിലിരുന്ന സമയം, ഹേയ്, നിങ്ങൾ രണ്ടുപേരും മനുഷ്യന്മാരല്ലേ എന്ന് ഇരുവരോടും ചോദിച്ച കാര്യം മുകുന്ദൻ ഓർത്തെടുത്തു. ശ്രീലക്ഷ്മിയുടെയും അഷ്റഫിന്റെയും കൂടെയുണ്ടായിരുന്ന നിമിഷങ്ങൾ ഓർത്തെടുക്കും തോറും ഒരുപാട് അസ്വാഭാവികതകളുണ്ടെന്ന് മുകുന്ദൻ വ്യക്തമായി മനസ്സിലാക്കി. ഉള്ളിൽ ഭയം കത്തിക്കയറി തുടങ്ങിയ അവസരത്തിൽ ആകെ വിയർത്ത് കുളിച്ചവശനായി തല താഴ്ത്തിയിരുന്നു. ഉടനെ ഗായത്രി തൊട്ടടുത്തിരുന്ന മുകുന്ദന്റെ കവിളിൽ പിടിച്ച് തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റിയടാ നിനക്ക്? മുകുന്ദന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. മെല്ലെ തലയുയർത്തി ഗായത്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേച്ചി പറഞ്ഞതായിരുന്നു ശരി. സത്യം എന്നെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു. അതെന്നെ ശ്വാസം മുട്ടിക്കുകയാണ്. പറ മുകുന്ദ, എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം? ആ രാത്രി ഇല്ല, ഒന്നുമില്ല ചേച്ചി. പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് മുകുന്ദൻ പെട്ടെന്ന് പിൻവലിച്ചു. പിന്നെ ഒരുപാട് സമയം നിശബ്ദനായി നിന്നു. മുകുന്ദന്റെ കവിളിൽ നിന്ന് കൈയെടുത്ത് ഗായത്രി മെല്ലെ എഴുന്നേറ്റ് നിന്നു. ഇരുവരും സംസാരിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ പകച്ചു നിൽക്കുകയായിരുന്ന അമ്മയോട് ഗായത്രി പറഞ്ഞു, അമ്മ, എനിക്കൊരു ചായ ഇട്ട് തരാമോ? അതിനെന്താ മോളെ? ഇരുവരെയും സംശയത്തോടെ നോക്കിക്കൊണ്ടമ്മ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ കേൾക്കില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഗായത്രി പറഞ്ഞു, മുകുന്ദ, എൻ്റെ കൂടെ ഒന്ന് പുറത്തു വരാമോ? അമ്മ വരുന്നതിന് മുൻപ് ഇവിടെ നിന്നും ഇറങ്ങണം. നീ വാ. മുകുന്ദനെ പെട്ടെന്ന് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഗായത്രി വാഹനത്തിനരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അതിവേഗം അവിടെ നിന്നും ഇരുവരും യാത്ര പുറപ്പെട്ടു. വാഹനം ഹൈവേ എത്തിയ ഉടനെ തന്റെ സാരിയിലുണ്ടായിരുന്ന മൈക്രോഫോൺ ഡിവൈസ് വാഹനത്തിന്റെ സൈഡ് ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം മൊബൈൽ ഫോൺ മുകുന്ദന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെയും എന്റെയും മൊബൈൽ ഫോണിലെ സിമ്മുകൾ പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റണം. കൂടുതൽ സമയമില്ല. മുകുന്ദൻ ധൃതിപ്പെട്ട് മൊബൈൽ ഫോണിലെ സിം കാർഡ് എടുത്തു മാറ്റാൻ ആരംഭിച്ചു. ഗായത്രി വാഹനം അടുത്തുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പിനരികിലേക്ക് ഒതുക്കി നിർത്തി പുറത്തേക്കിറങ്ങി. ശേഷം കയ്യിലുണ്ടായിരുന്ന വാച്ചൂരി കയ്യിൽ പിടിച്ചു. പിന്നെ ബസ് വരുന്നതും കാത്തുനിന്നു. അല്പസമയത്തിനകം കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൽ വന്നു നിന്നു. ഉടനെ ഡ്രൈവറുടെ സൈഡിലേക്ക് ചെന്ന് ആ വാച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഗായത്രി പറഞ്ഞു, കാസർഗോഡ് സ്റ്റാൻഡിൽ ഒരാളുണ്ടാകും, ഇതൊന്ന് ഏൽപ്പിക്കണം. ഹാൻഡ് ബാഗിൽ നിന്നും 100 രൂപ എടുത്ത് ഡ്രൈവറുടെ കയ്യിൽ ഏൽപ്പിച്ചു. പണം കിട്ടിയ ഉടനെ ഡ്രൈവർ കൂടുതലൊന്നും ചോദിച്ചില്ല. അയാൾ ചെറുപുഞ്ചിരിയോടെ ബസ് മുന്നോട്ടെടുത്തു. സമയം പാഴാക്കാതെ ഗായത്രി വാഹനത്തിൽ കയറി തലശ്ശേരി ഭാഗത്തേക്ക് പുറപ്പെട്ടു. എല്ലാം നോക്കി നിൽക്കുകയായിരുന്ന മുകുന്ദൻ പതറിയ ശബ്ദത്തോടെ ചോദിച്ചു, ആ വാച്ച് എന്തിനാണ് ഉപേക്ഷിച്ചത് ചേച്ചി? മുകുന്ദന്റെ ആ ചോദ്യത്തിന് അല്പം കഴിഞ്ഞിട്ടായിരുന്നു ഗായത്രി മറുപടി കൊടുത്തത്. ആ വാച്ചിൽ GPS ട്രാക്കറുണ്ട്. എൻ്റെ വസ്ത്രത്തിൽ സദാസമയവും ഹിഡൻ മൈക്രോഫോൺ ഡിവൈസും ഉണ്ടായിരുന്നു. ആ സമയം ഗായത്രി റോഡിലേക്ക് കളഞ്ഞ മൈക്രോഫോൺ ഡിവൈസിന് മുകളിലൂടെ ഒരു കാർ കയറിയിറങ്ങി. അതോടെ വയർലെസ് സംവിധാനം നിലച്ചു. അതേസമയം ഗായത്രിയുടെ വയർലെസ് സംവിധാനം വർക്ക് ചെയ്യാതായതോടെ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന കമ്മീഷണർ ഹബീബ് റഹ്മാൻ ചെവിയിൽ നിന്നും ഹെഡ്ഫോൺ എടുത്തുമാറ്റി വലിയ ശബ്ദത്തോടെ അടുത്തുണ്ടായിരുന്ന ടേബിൾ ചവിട്ടി നീക്കി. ഉടനെ തന്നെ മുഴുവൻ പോലീസുകാർക്കും അലർട്ട് സന്ദേശം കൈമാറി. KL13 AR 1715 രജിസ്ട്രേഷനിലുള്ള ചുവന്ന മാക്സിഡീസ് കാർ എവിടെ കണ്ടാലും ഉടൻ കൺട്രോൾ റൂമിലേക്ക് വിവരമറിയിക്കുക. ആ സന്ദേശം മുഴുവൻ പോലീസുകാർക്കും വയർലെസ് സന്ദേശമായി എത്തിത്തുടങ്ങി. സന്ദേശം കൈമാറിയ ഉടനെ ഹബീബ് സത്യനാഥനെ വിളിച്ചു. സർ, വൈഫിന്റെ വണ്ടി കാസർഗോഡ് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വയർലെസ് ഡിവൈസ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്.
തളിപ്പറമ്പ് പോലീസിൽ വിവരമറിയിച്ച് ആ ഭാഗത്തേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം അല്ലേ? വേണ്ട. ആ വാച്ച് ഞാൻ കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് സംശയമുണ്ടായിരുന്നു. മാത്രവുമല്ല, അതിൽ ട്രാക്കർ ഉണ്ടെന്ന് കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല. വയർലെസ് സംവിധാനം ഒഴിവാക്കിയ സ്ഥിതിക്ക് അവൾ വാച്ചും ഉപേക്ഷിച്ച് കാണും. പിന്നെ ക്രൈംബ്രാഞ്ച് ടീം വേണുഗോപാലും സംഘവും എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നറിയാമോ? അറിയില്ല സർ. അവരുടെ ടീം മുഴുവനും മിസ്സിംഗ് ആണ്. എല്ലാ കോണ്ടാക്റ്റും അവർ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഹബീബ്, നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അവർ മറ്റെന്തെങ്കിലും പ്ലാൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ സാർ. കുറച്ച് സമയങ്ങൾക്ക് മുൻപ്, സമയം രാവിലെ 11:15, ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞ് മുകുന്ദനോട് സംസാരിച്ചിരുന്ന കോൺസ്റ്റബിൾ അമല. മുകുന്ദൻ വീഡിയോ കോൾ കട്ട് ചെയ്ത ഉടനെ തന്റെ സാരിയുടെ മുകളിൽ ധരിച്ചിരുന്ന ശ്രീലക്ഷ്മിയുടെ യൂണിഫോം ഊരിയെടുത്തുകൊണ്ട് ചോദിച്ചു, ഓക്കെ അല്ലേ മാഡം? അടുത്തുണ്ടായിരുന്ന ശ്രീലക്ഷ്മി അമലയുടെ കയ്യിൽ നിന്ന് യൂണിഫോം വാങ്ങി തോളിലിട്ടുകൊണ്ട് പറഞ്ഞു, കലക്കിയിട്ടുണ്ട് അമല. അല്ല മാഡം, എനിക്കൊരു സംശയം. ഞാൻ ശ്രീലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും മുകുന്ദൻ സാർ എന്തുകൊണ്ടത് വിശ്വസിച്ചു? അമല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അയാൾ മെന്റലി ടോർച്ചർ അനുഭവിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ പ്ലാനിംഗ് ഷെഡ്യൂളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകുന്ദൻ സാർ ഓരോ നിമിഷവും മെന്റലി വീക്കായിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും സൗത്ത് സ്റ്റേഷന് മുന്നിൽ 3 വാഹനങ്ങളിലായി ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലും സംഘവും എത്തിക്കഴിഞ്ഞിരുന്നു. ശ്രീലക്ഷ്മിയിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷം ഹസ്തദാനം നൽകിയ വേണുഗോപാൽ ചോദിച്ചു, ശ്രീലക്ഷ്മി, പ്ലാൻ എല്ലാം ഓക്കെയല്ലേ? എല്ലാം ഓക്കെയാണ് സാർ. 6 മണിക്കൂറിനുള്ളിൽ തറവാട്ട് വളപ്പിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൈവ് റെക്കോർഡിംഗ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ശ്രീലക്ഷ്മി. പിന്നെ തൻ്റെ അന്വേഷണ വഴികളെക്കുറിച്ച് സഹപ്രവർത്തകരോട് പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ല സാർ, ഞാൻ രഹസ്യങ്ങളൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ ശ്രീലക്ഷ്മി, അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഇനി വെളിപ്പെടുത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. തൻ്റെ മിടുക്ക് സഹപ്രവർത്തകർ കൂടി അറിയട്ടെ. ഓക്കെ, താങ്ക് യു സാർ. അത് കേട്ടതും സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ അവസാനിപ്പിച്ച് ശ്രീലക്ഷ്മിക്ക് ചുറ്റും കൂടി. തലയിലുണ്ടായിരുന്ന ക്യാപ്പ് ഊരിക്കൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു തുടങ്ങി, മിത്രയുടെ കൊലപാതകത്തിന്റെ പ്രാഥമിക അന്വേഷണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്ങനെ, എന്തിന്, ആര് എന്നുള്ള ഒരു ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കണ്ടെത്താനായിരുന്നില്ല. മിത്രയുടെ കൊലപാതകം മറച്ചുവെക്കാൻ കൊലയാളിക്ക് തുടർ കൊലപാതകങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോഴാണ് കൊലയാളിയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിച്ചത്. മിത്രയുടെ മരണത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട 3 പേരും കൊലയാളിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിത്രയും അതേ കൊലയാളിയുടെ കൂടെ സഞ്ചരിച്ചു കാണില്ലേ? ആ അന്വേഷണമാണ് എന്നെ വഴിത്തിരിവിലെത്തിച്ചത്. ഡോക്ടർ വിമലയും SI സദാശിവനെയും പോലെയുള്ളവർ കൊലയാളിയുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ അയാൾ വിശ്വസ്തനും ഉന്നത പൊസിഷനിൽ നിൽക്കുന്ന ആളുമായിരിക്കണം. ആ നിഗമനങ്ങൾ വെച്ച് മിത്രയുടെ മരണത്തിന് മുന്നേയുള്ള ദിവസങ്ങളെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. മിത്രയെ അവസാനമായി കണ്ടത് വീട്ടുജോലിക്കാരിയായ ഗ്രേസി എന്ന സ്ത്രീയാണ്. മിത്ര കൊല ചെയ്യപ്പെട്ട അന്ന് രാത്രി അവൾ ആരെയോ പലതവണ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഗ്രേസിയെ ചോദ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വെറും ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറായ മിത്രയ്ക്ക് മരണശേഷം 20 ലക്ഷത്തിന് മുകളിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. 1 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ 3 കോടി രൂപയോളം പല തവണകളിലായി ഡിപ്പോസിറ്റ് ചെയ്ത് പിൻവലിച്ചിട്ടുമുണ്ട്. ഓർഫനായ മിത്രയ്ക്ക് ഇത്രയേറെ പണം എവിടെ നിന്ന് വന്നു? ആ ചോദ്യത്തിന് ഉത്തരം തേടി അലയുകയായിരുന്നു ഞാൻ. ഒടുവിൽ ആ രഹസ്യം ഞാൻ കണ്ടെത്തി. ബ്ലാക്ക് ട്രൂത്ത് എന്നൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു മിത്രയ്ക്ക്. അതിൽ ഇടയ്ക്ക് കഥകളുടെ രൂപത്തിൽ സ്പോൺസേഡ് പോസ്റ്റുകൾ ഉണ്ടാകും. ആ പോസ്റ്റുകളുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് വെറും കഥകളല്ല, അടുത്ത കാലത്ത് നടന്ന കുറ്റകൃത്യങ്ങളുടെ തെളിവുകളിലേക്കുള്ള സൂചനകളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഉന്നതർ അടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ നിജസ്ഥിതി സ്വയം അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ പേര് വെളിപ്പെടുത്താതെ അത് സ്പോൺസേഡ് പോസ്റ്റ് ചെയ്യും. അതോടെ മിത്രയുടെ കയ്യിൽ തനിക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രതി മിത്രയെ സമീപിക്കുന്നു, പണം നൽകി സെറ്റിൽ ചെയ്യുന്നു. പിന്നെ അതേ കാര്യം പറഞ്ഞ് അയാളിൽ നിന്നും പരമാവധി പണം ബ്ലാക്ക്മെയിൽ ചെയ്ത് തട്ടുന്നു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി പേരാണ് അങ്ങനെ മിത്രയുടെ ഇരയായി മാറിയത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന പദവിയിൽ എളുപ്പം കയറിപ്പറ്റാൻ പോലീസായിരുന്ന സ്വന്തം പിതാവിനെ ഒരു ആക്സിഡന്റിൽ പെട്ടപ്പോൾ രക്ഷിക്കാമായിരുന്നുവെങ്കിലും മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു മകന്റെ കഥയായിരുന്നു മിത്ര അവസാനമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ പോസ്റ്റിന് ശേഷം വെറും 7 ദിവസം മാത്രമേ മിത്ര ജീവനോടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ അന്വേഷിക്കുന്ന കൊലയാളി ആ പോലീസുകാരൻ്റെ മകൻ തന്നെയാണ്. പക്ഷേ ആരാണ് അയാൾ?